നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ദേശമംഗലം കടുകശ്ശേരിയിൽ തനിച്ച് താമസിക്കുന്ന 70-കാരി സഫിയയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സഫിയ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും ശരീരത്തിൽ പിടിവലി നടന്ന ലക്ഷണങ്ങളുള്ളതായും ബന്ധുക്കൾ ആരോപിച്ചു. പ്രാഥമിക നിഗമനത്തിൽ കൊലപാതക ലക്ഷണങ്ങളില്ലെന്നും ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ സൂചിപ്പിച്ചെങ്കിലും സ്വർണം കാണാതായതിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ വഴി തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വരും ദിവസങ്ങളിൽ താപനില 55 ഡിഗ്രി വരെ ഉയരുമെന്നും മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും തുടങ്ങിയ വ്യാജ നിർദ്ദേശങ്ങളാണ് വാട്സാപ്പ് വഴി വ്യാപകമായി പ്രചരിക്കുന്നത്. ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും അധികൃതർ. ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. അന്നക്കര എലവത്തൂർ റോഡിൽ 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് വെങ്കിടങ്ങ് സ്വദേശി സണ്ണിയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചേലക്കര തോന്നൂർക്കര സ്വദേശി സനീഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ടെത്തിയ ബൈക്കുകൾ തമ്മിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വിശക്കുന്നവർക്ക് ആശ്രയമായി കൈപ്പറമ്പ് മദർ തെരേസ പള്ളിയിൽ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തൃശൂർ കുന്നംകുളം റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ കാരുണ്യ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ദിവസം 100 പേർക്ക് ഭക്ഷണം നൽകും.